ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ സ്വാദിഷ്ടമായ ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഗോതമ്പ് പുട്ടില്ലേ, അതുകൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. നല്ല രുചികരമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതിനായി ഇവിടെ ഒരു കുറ്റി ഗോതമ്പ് പുട്ട് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകാണ്. പിന്നെ ഇവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് വേണം. പിന്നെ ഇവിടെ കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത് വേണം. ഇത് ചെറിയൊരു മുറി ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂണോളം എടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ ചൂടാകാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല രുചികരമായ ഒരു ഉപ്പുമാവാണ്. എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പുട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ നമ്മൾ ഗോതമ്പ് പുട്ടിൻ്റെ മാവ് കുഴച്ചപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയും സവാളയും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഈ പുട്ടിൽ യോജിച്ച് വരണം. അപ്പോഴാണ് ഇതിനൊരു സ്വാദ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് പുട്ട് കൊണ്ടുള്ള ഉപ്പുമാവ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയതായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പരമാവധി ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് തയ്യാറായി വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് പുട്ട് കൊണ്ടുള്ള ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.